ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ പോർക്ക് ഫ്രൈ ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. രണ്ട് കിലോ പോർക്കാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. പോർക്ക് ആദ്യം സാധാരണ വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കണം. ഇങ്ങനെ തിരുമ്മി കഴുകുമ്പോൾ എൻ്റെ ബ്ലഡ് സ്റ്റെയിൻസൊക്കെ നന്നായി മാറി കിട്ടും. മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു 6 ഗ്രാമ്പൂ, 4 ഏലയ്ക്ക, ഒരു 3 ചെറിയ പീസസ് പട്ടയുടെ കഷ്ണങ്ങളും കൂടെ നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. മസാല തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് അപ്പാടെ മാറിപ്പോവും. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കാം. ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. മീറ്റ് മസാല ഓപ്ഷണലാണ് കേട്ടോ. അത് ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മറ്റുള്ള മസാലകളെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ. മസാലകളെല്ലാം കൂടി പാനിൻ്റെ ചൂടിൽ തന്നെ നന്നായി ഇളക്കി പച്ചമണം മാറ്റിയെടുക്കുക. ഈ മസാലക്കൂട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ പകുതി മീറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പകുതി മസാല നമുക്ക് മീറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്താൽ മതിയേ. പോർക്കിൽ നല്ല നെയ്മയം ഉള്ളതുകൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നെയ്മയം കുറഞ്ഞു കിട്ടും. അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. കൈകൊണ്ട് തന്നെ പുരട്ടി കൊടുക്കണേ, എന്നാലാണ് മസാല എല്ലാം മീറ്റിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. പോർക്കിൻ്റെ നെയ്യ് അധികം ഇളകി വരാതിരിക്കാനുള്ള ഒരു ടിപ്പുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. വെളിച്ചെണ്ണ ഈ ഇറച്ചി കഷ്ണങ്ങളുമായിട്ട് നന്നായി മിക്സ് ചെയ്യണേ. മസാല ഇടുമ്പോൾ തന്നെ വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ മതി. ഞാനത് ആദ്യം ചേർക്കാനായിട്ട് മറന്നു പോയതാണ്. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് ഈ ഇറച്ചി കഷ്ണങ്ങൾ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണേ, എന്നാലാണ് കറിക്ക് അതിൻ്റെ ടേസ്റ്റ് വരികയുള്ളൂ. മീറ്റ് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഏകദേശം ഒരു 20 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർക്കാം. എല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ചതച്ചെടുക്കണേ. ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഈ ചതച്ചെടുത്ത അരപ്പിൻ്റെ പകുതി നമുക്ക് മീറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ബാക്കി പകുതി നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. കൈകൊണ്ട് ഇറച്ചി കഷ്ണങ്ങളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മീറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിൻ്റെ പകുതി മാറ്റി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് വഴറ്റുമ്പോഴത്തേക്കും അതൊരു ഗോൾഡൻ കളറായിട്ട് വരും.
ഇളക്കിക്കൊണ്ടിരിക്കണേ, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതിലേക്ക് നമുക്കിനി ഒരു 10 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിനോടകം നമ്മുടെ മീറ്റ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 വിസിൽ കേട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടാണ് മീറ്റ് വേവിച്ചെടുത്തിരിക്കുന്നത്. മസാല വഴറ്റാനായിട്ട് ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചുള്ളൂ. അത് കാരണം കുറച്ച് നെയ്യുടെ പാട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മീറ്റ് വേവിച്ചതിൽ നിന്നും നെയ്യുടെ ഭാഗം കുറച്ച് നമ്മൾ ഊറ്റിയെടുത്ത് കളയണം. ഈ കൂടുതലായി കഴിഞ്ഞാൽ കറി ശരിക്കും ഫ്രൈ ആയി വരികയില്ല. മസാല കൂടാതെ നെയ്യ് മാത്രം ഒരു സ്പൂണിൽ തെപ്പിയെടുത്തിട്ട് വേണം കളയാനായിട്ട്. ഈ മാറ്റുന്ന നെയ്യ് താല്പര്യമുള്ളവർക്ക് കടല, പരിപ്പ്, പയറെല്ലാം ഉലർത്താൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗൾ നെയ്യ് ഇതിൽ നിന്നും മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇത്രയും ഉരുകിയ നെയ്യ് നമ്മൾ മാറ്റി കളയുന്നു. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായി വഴണ്ട് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണേ. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. സാധാരണയായി തക്കാളി ചേർത്തും ചേർക്കാതെയും പോർക്ക് ഫ്രൈ ഉണ്ടാക്കാം. സാധാരണയായി തക്കാളി ചേർത്താണ് പോർക്ക് ഫ്രൈ ഉണ്ടാക്കുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് മസാലയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് പോർക്കിൻ്റെ വേവ് ചെക്ക് ചെയ്യണം. വേവ് കുറവാണെങ്കിൽ മൂടി വെച്ച് ആവശ്യത്തിന് വേവിക്കണം. ഈ കറി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ഉപ്പ്, എരിവ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം. ഈ സമയത്ത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത കുരുമുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായി പൊടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ വെള്ളം നന്നായി വറ്റിച്ചെടുക്കുക. ഇനി ഈ പോർക്കിലെ നെയ്മയം കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 സവോള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സവോള കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പോർക്ക് ആ പാനിലൊന്ന് നിരത്തിയിട്ട് കൊടുത്ത് നമുക്ക് അത്യാവശ്യം ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ സാധാരണയായി കറി ചൂടാറിയതിന് ശേഷം ഇതേ പാനിൽ തന്നെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. കഴിക്കാൻ നേരം നമ്മളിത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നന്നായി ഒന്നുകൂടി ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ കറി സൂപ്പർ ടേസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാകും. പോർക്ക് ഫ്രൈയുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്